ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെയും പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ എവിടം വരെ ആയി? അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 മാസത്തെ കഷ്ടപ്പാടും കൂടെ ഉള്ളൂ. അതായത് നീറ്റിന് ഇനിയിപ്പോൾ 2 മാസമേ ഉള്ളൂ. ആ ഒരു 2 മാസം നമ്മൾ നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് നമുക്ക് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റും. മാത്രമല്ല, ഈ ഒരു 2 മാസം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഹാർഡ് വർക്കിലുപരി നമ്മൾ ചെയ്യേണ്ടുന്നത് സ്മാർട്ട് വർക്കാണ്. നമ്മൾ സ്മാർട്ടായിട്ട് തിങ്ക് ചെയ്തിട്ട് നല്ല സ്മാർട്ടായിട്ട് വർക്ക് ചെയ്തിട്ട് നീറ്റ് പോയി അങ്ങ് ക്രാക്ക് ചെയ്യണം. അപ്പോൾ എനിക്കിപ്പോൾ വരുന്ന മെസ്സേജസിലൂടെയും പിന്നെ അല്ലാതെ തന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസിലും എനിക്കറിയാവുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്സാണ് ഏറ്റവും നല്ല ടാസ്ക് ആയിട്ടുള്ള സബ്ജക്റ്റ്. അപ്പോൾ ഇനിയിപ്പോൾ ചില കൊച്ചുങ്ങൾ ഇനിയിപ്പോൾ 0ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തവരുണ്ടാവും, അല്ലെങ്കിൽ സ്റ്റാർട്ടായി ആ ഒരു പേസിലേക്ക് ട്രാക്കിലോട്ട് വരുന്ന കുറേ കുട്ടികൾ കാണും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നൊരു എക്സാം അല്ല നീറ്റ്. പക്ഷേ ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാക്സിമം എഫേർട്ട് ഇട്ട് നല്ലൊരു സ്കോറിലേക്ക് എത്താൻ നോക്കുക എന്നുള്ളതാണ്. ഈ ഒരു സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഫിസിക്സ് എന്ന് പറയുന്ന അത്യാവശ്യം ടാസ്ക് ആയിട്ടുള്ളൊരു സബ്ജക്റ്റിന് നമ്മൾ അത്യാവശ്യത്തിൽ കൂടുതൽ സമയം കൊടുത്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ബയോളജിയോ കെമിസ്ട്രിയോ വഴുതി പോകാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ സ്മാർട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതായത് വെയിറ്റേജ് കൂടുതലുള്ള ചാപ്റ്ററിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ വൺ ഷോട്ട് വീഡിയോസൊക്കെ കണ്ട്, അല്ലെങ്കിൽ ഇൻ കേസ് ഇപ്പോൾ ഈ വെയിറ്റേജ് കൂടിയിട്ടുള്ള ചാപ്റ്റേഴ്സിൻ്റെ ലോങ് വീഡിയോസ്, ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇനിയുള്ള സമയത്ത് ലോങ് വീഡിയോ കാണാൻ പ്രിഫർ ചെയ്യുന്നില്ലടാ. വൺ ഷോട്ട് വീഡിയോസൊക്കെ കണ്ട് ഇക്വേഷൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾ നന്നായിട്ടൊന്ന് നോക്കി നോക്കുക. കാരണം ഇപ്പോൾ നമ്മൾ വെയിറ്റേജ് കുറവുള്ളൊരു ചാപ്റ്റർ നമ്മൾ 1 ദിവസമോ 2 ദിവസമോ എടുത്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടിപ്പോയി കഴിഞ്ഞാൽ ആ ചാപ്റ്ററിൽ നിന്ന് ഒരു ക്വസ്റ്റ്യനാണ് കിട്ടുന്നത്. അതും ഒരു ക്വസ്റ്റ്യൻ കിട്ടണമെന്ന് നിർബന്ധവുമില്ല. അപ്പോൾ അങ്ങനത്തുള്ള ചാപ്റ്ററിന് നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യാതെ ശരിക്കും പറഞ്ഞാൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ സെലക്ട് ചെയ്തിട്ട് അതിന് മാക്സിമം എഫേർട്ട് ഇട്ട് പഠിക്കുന്നതാണ് ഇനിയുള്ള സമയത്ത് നമുക്ക് നല്ലത്. അപ്പോൾ ഞാൻ അങ്ങനൊരു ഇത് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതായത് ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് അനുസരിച്ച് ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് സൈഡിലായിട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ അതിലേക്ക് കടക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് 11th ഫിസിക്സ് ചാപ്റ്റേഴ്സിനെ പറ്റിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു വെയിറ്റേജിൻ്റെ രീതിയിൽ അറേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലോസ് ഓഫ് മോഷനിൽ നിന്ന് എല്ലാ ഇയറിലും 3 ക്വസ്റ്റ്യൻ വരെ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ തെർമോഡൈനാമിക്സിൽ നിന്ന് എല്ലാ ഇയറിലും 2 ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ 5 ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. 3 ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് മോഷൻ ഓഫ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റിജിഡ് ബോഡി, ആ ഒരു ഏരിയയിൽ നിന്ന് 3 ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ റൊട്ടേഷണൽ മോഷൻ ആ ഒരു ഏരിയയിൽ നിന്ന് 1 ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. സെൻറ്റർ ഓഫ് മാസിൽ നിന്നും 1 ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ വർക്ക് എനർജി പവറിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. വേവ്സിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. സോളിഡ്സ് ഉണ്ടല്ലോ, സോളിഡ്സിൽ ആ ഒരു ഇലാസ്റ്റിസിറ്റി ആ ഒരു ഏരിയയിൽ നിന്ന് 1 ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. പിന്നെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സും ഫ്ലൂയിഡ്സും കൂടെ ക്ലബ് ചെയ്തിട്ട് 1 ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. കൈനറ്റിക് തിയറിയിൽ നിന്ന് 1 ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഓസിലേഷനിൽ നിന്ന് 1 ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. സ്ട്രെയിറ്റ് ലൈൻ പ്ലെയിൻ ആ ഒരു ഏരിയയിൽ നിന്ന് ആ 2 ചാപ്റ്ററുകളിൽ നിന്ന് 1 ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിൽ നിന്ന് 1 ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റിൽ നിന്നും 1 ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ 11th ഇതാണ് ഒരു വെയിറ്റേജിൻ്റെ ആ ഒരു ഓർഡർ. ഇനി അടുത്ത് നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ 12th ആണ്. 12th ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്ന ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ നിന്ന് 3 ക്വസ്റ്റ്യൻ വരെ ചോദിക്കാറുണ്ട്. മൂവിങ് ചാർജ് ആൻഡ് മാഗ്നറ്റിസം, അതായത് മൂവിങ് ചാർജ് ആൻഡ് മാഗ്നറ്റിസം മാഗ്നറ്റിസം ആൻഡ് മാറ്റർ, അവിടെ നിന്ന് 3 ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. സെമി കണ്ടക്ടറിൽ നിന്ന് 3 ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ആറ്റംസ് ആൻഡ് ന്യൂക്ലിയർ 2 ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. റേ ഒപ്റ്റിക്സിൽ നിന്ന് 3 ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. വേവ് ഒപ്റ്റിക്സിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഡ്യുവൽ നേച്ചറിൽ നിന്നും 2 ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ 3 ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാറുള്ളത്. ഇലക്ട്രിക് ചാർജ് ആൻഡ് ഫീൽഡ് ആ ഒരു ഏരിയയിൽ നിന്ന് 1 ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് ആ ഒരു ഏരിയയിൽ നിന്ന് 1 ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. മറ്റേ ഫോഴ്സ് ആ ഒരു ഏരിയയിൽ നിന്ന് 1 ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. പിന്നെ എ സിയിൽ നിന്ന് 1 ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാറുള്ളത്. EMI നിന്നും 1 ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാറുള്ളത്. EM വേവ്സിൽ നിന്നും 1 ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാറുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു വെയിറ്റേജും കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും കൂടെ ആ ഒരു പർട്ടിക്കുലർ ചാപ്റ്ററിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരു ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് കെമിസ്ട്രിയോ ബയോളജിയോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ വന്ന റിക്വസ്റ്റ് ഫിസിക്സിന് വേണ്ടിയിട്ടാണ്. അതാണ് ഞാൻ ഇങ്ങനെ പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് കെമിസ്ട്രിയോ ബയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ.